ഏഷ്യ മൈനർ നിവാസി എന്ന് കരുതപ്പെടുന്ന വിശുദ്ധ ഐറേനിയൂസിൻ്റെ ജനനം 120-ലായിരുന്നു. സത്യക്രിസ്ത്യാനികളായിരുന്ന ഐറേനിയൂസിൻ്റെ മാതാപിതാക്കൾ വിശുദ്ധനെ അദ്ദേഹത്തിൻ്റെ യൗവനത്തിൽ തന്നെ സ്മിർനായിലെ മെത്രാനായിരുന്ന വിശുദ്ധ പോളികാർപ്പിൻ്റെ ശിക്ഷണത്തിൽ ഏൽപ്പിച്ചു. വിശുദ്ധ പോളികാർപ്പ് തൻ്റെ ശിഷ്യൻ്റെ പ്രതിഭയെ ആളിക്കത്തിക്കുകയും തൻ്റെ ധർമ്മോപദേശത്താലും മാതൃകയാലും തൻ്റെ ശിഷ്യൻ്റെ മനസ്സിൽ ശക്തമായ ദൈവഭക്തിയെ രൂപപ്പെടുത്തുകയും തൻ്റെ ഉത്തമനായ ഗുരു വാഗ്ദാനം ചെയ്ത എല്ലാ നേട്ടങ്ങളും അരുമയായ ശിഷ്യൻ വളരെ ശ്രദ്ധാപൂർവം കൊയ്യുകയും ചെയ്തു. തൻ്റെ ഗുരുവിനോടുള്ള ശിഷ്യൻ്റെ ബഹുമാനം അപാരമായിരുന്നു. ഗുരുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നന്മയെയും സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അവയെ തൻ്റെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്തു. വിശുദ്ധ പോളികാർപ്പിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും അലംഭാവമില്ലാതെ ഐറേനിയൂസ് തൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചു. തൻ്റെ കാലഘട്ടത്തിലെ മതവിരുദ്ധവാദങ്ങളെ നേരിടുന്നതിനായി അദ്ദേഹം വിജാതീയ തത്വചിന്തകരുടെ പൊള്ളയായ ആശയങ്ങളുമായി പരിചയപ്പെടുകയും അതുമൂലം അവയിലെ മുഴുവൻ തെറ്റുകളും അതിൻ്റെ ഉത്ഭവം മുതൽ കണ്ടുപിടിക്കുവാനുള്ള കഴിവ് നേടുകയും ചെയ്തു. തൻ്റെ രചനകൾ വഴി തർത്തുല്യൻ, തിയോഡൊറൈറ്റ്, വിശുദ്ധ എപ്പിഫാനിയോസ് തുടങ്ങിയ മഹാരഥന്മാരുമായി വിശുദ്ധന് ബന്ധമുണ്ടായിരുന്നു. അക്കാലഘട്ടങ്ങളിലെ അന്ധകാരത്തിൽ പ്രകാശം പരത്തിയ സത്യത്തിൻ്റെ തീപ്പന്തം എന്നായിരുന്നു വിശുദ്ധ എപ്പിഫാനിയോസ് ഐറേനിയൂസിനെ വിശേഷിപ്പിച്ചിരുന്നത്. കിഴക്കൻ തത്വവാദികളുടെയും ചിന്തകരുടെയും തെറ്റുകളെ പ്രതിരോധിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഐറേനിയൂസിനെ വിശുദ്ധ പോളികാർപ്പ് ഗൗളിലേക്ക് അയക്കുവാൻ തീരുമാനിച്ചു. അപ്പോൾ മാത്രം വേരുറപ്പിച്ചു തുടങ്ങിയ ക്രിസ്തീയതയെ തുരത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഏഷ്യ മൈനറിലെ നിരവധി മതവിരുദ്ധവാദികൾ ഗൗളിലേക്ക് കുടിയേറി. ഏതാണ്ട് 40ഓളം ക്രിസ്ത്യാനികൾക്കൊപ്പം യേശുവിൻ്റെ ധീരനായ പോരാളി ലിയോണിലെ മെത്രാനായിരുന്ന വിശുദ്ധ പൊത്തിനൂസിനെ സഹായിക്കുവാൻ ലിയോണിലേക്ക് പോയി. അധികം താമസിയാതെ വിശുദ്ധ ഐറേനിയൂസിന് പട്ടം നൽകപ്പെടുകയും ചെയ്തു. വൃദ്ധനായ മെത്രാൻ്റെ വലതുകരമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വിശുദ്ധൻ തൻ്റെ ആവേശം കാരണം രക്തസാക്ഷിയാകേണ്ട ഏതാണ്ട് 100-ൽ പരം സന്ദർഭങ്ങൾ വരെ ഉണ്ടായി. എന്നാൽ ദൈവം 25 വർഷങ്ങളോളം ആ കിരീടം വിശുദ്ധനായി കാത്തു സൂക്ഷിച്ചു. 177-ൽ വിശുദ്ധ പൊത്തിനൂസ് ഒരു രക്തസാക്ഷിയായി മരണപ്പെട്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയതിനെ തുടർന്ന് വിശുദ്ധ ഐറേനിയൂസ് ലിയോണിലെ 2ാമത്തെ മെത്രാനായി അഭിഷിക്തനായി. ലിയോണിലെ ക്രിസ്തുമതം നാമവിശേഷമായി കൊണ്ടിരിക്കുകയാണെന്നാണ് മതപീഡകർ കരുതിയിരുന്നത്. അതിനാൽ കുറച്ചു കാലങ്ങളോളം അവർ തങ്ങളുടെ പീഡനങ്ങൾക്ക് വിരാമമിട്ടു. ലിയോണിലെ ക്രിസ്ത്യാനികൾ അവരുടെ ദാരിദ്ര്യത്തിലും വിശുദ്ധിയിലും ക്ഷമയിലും അവർ മറ്റുള്ളവർക്ക് മാതൃകയാവുകയും അതുവഴി തങ്ങളുടെ മതത്തിന് നേരിടേണ്ടി വന്ന നിരവധി കുഴപ്പങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്തു. അപ്പസ്തോലനായിരുന്ന യോഹന്നാൻ്റെ ശിഷ്യനും തൻ്റെ ഗുരുവുമായിരുന്ന വിശുദ്ധ പോളികാർപ്പിനെ അനുകരിക്കുന്നത് ഐറേനിയൂസ് തുറന്നുകൊണ്ടിരുന്നു. വിശുദ്ധൻ്റെ കീഴിൽ ലിയോണിലെ സഭ വളരെയേറെ പുരോഗതി പ്രാപിച്ചു. ഏതാണ്ട് 80 വർഷങ്ങളോളം ദൈവസേവനം ചെയ്തതിന് ശേഷം 202-ൽ സെപ്റ്റിമസ് സേവ്യൂരൂസിൻ്റെ കീഴിൽ വിശുദ്ധൻ മറ്റ് നിരവധി പേർക്കൊപ്പം രക്തസാക്ഷിമകുടം ചൂടി.